ഹലോ പ്രിയപ്പെട്ടവരെ, ഫിഷ് നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഹാപ്പി അല്ലേ? ഇത് ചെയ്യാനായിട്ട് 3 പച്ചമുളക്, 10 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ഇത്ര എടുത്ത് വയ്ക്കുക. അത് നമ്മുടെ ഫിഷിൻ്റെ ലഭ്യത അനുസരിച്ചിട്ട് വേണം ഇതിൻ്റെ അളവുകൾ മാറ്റം വരുത്താനായിട്ട്. എൻ്റെ കയ്യിൽ കുറച്ച് ഫിഷ് ഉള്ളത് കൊണ്ട് ഞാൻ ഇത്ര ഐറ്റം എടുത്തിട്ടുള്ളൂ. ഇത്ര ഐറ്റംസ് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ കഷ്ണമാക്കിയ ഫിഷ് എടുക്കുക. ഈ ഫിഷിലേക്ക് ഈ അരച്ച് വെച്ച ചേരുവകളെല്ലാം നന്നായി തേച്ച് പിടിപ്പിക്കുക. നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച ചേരുവകൾ നന്നായിട്ട് ഈ ഫിഷ് മുറിച്ചതിൻ്റെ അല്ലെങ്കിൽ തുണ്ടമാക്കിയ ഫിഷിന് അകം പുറം എല്ലാം വൃത്തിയായിട്ട് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതിലേക്കുള്ള മസാലക്കൂട്ട് റെഡിയാക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇതിലേക്ക് ആവശ്യമായ മെയിൻ ചേരുവ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് നന്നായി ഒരു കുഴമ്പ് പരുവാക്കി എടുത്തു വയ്ക്കുക. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് എടുക്കുക. ആ മുറിച്ച് വെച്ച ഫിഷുകൾ എടുത്തിട്ട് ഈ മസാല നന്നായി അകം പുറം തേച്ച് പിടിപ്പിക്കുക. ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വിടാം. റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ചട്ടി എടുക്കുക. ആ ചട്ടി നന്നായി ചൂടായി കഴിയുമ്പോൾ മാത്രമേ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാവൂ. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫിഷിൻ്റെ ലഭ്യത അനുസരിച്ചിട്ടുള്ള വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. എൻ്റെ കയ്യിൽ കുറച്ച് ഫിഷ് ഉള്ളതിനാൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ. ഫിഷ് മുങ്ങിക്കെടുക്കാവുന്ന അളവിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. നന്നായി വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഫിഷിൻ്റെ പീസുകൾ ഓരോന്നായിട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ഇത് കുക്ക് ചെയ്ത് പാകാവുമ്പോൾ ചുവന്ന കളറിലേക്ക് അല്ലെങ്കിൽ റെഡിഷ് കളറിലേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ ഈ പരുവത്തിലേക്ക് മാറിക്കഴിയുമ്പോൾ നമുക്കത് എടുക്കാം. ലോ ഫ്ലെയിമിൽ നന്നായി കുക്ക് ചെയ്ത് കഴിഞ്ഞ് ഇതിങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ റെഡി. നമ്മൾ ബാക്കിയുള്ള എല്ലാ ഫിഷും ഇതുപോലെ വറുത്ത് എടുക്കുക. ഇത് സ്നാക്സ് ആയിട്ട് കഴിക്കാം, ഊണിൻ്റെ കൂടെ കഴിക്കാം,